നമുക്കൊപ്പം ചേരുന്നു ശ്രീ കൃഷ്ണകുമാർജി. അദ്ദേഹം കുറെ കാലമായി ചലച്ചിത്ര മേഖലയിൽ സജീവമായി നിൽക്കുന്നയാളാണ്. നമസ്കാരം ശ്രീ കൃഷ്ണകുമാർജി. ഇപ്പോൾ AMMയുടെ പ്രതികരണം നമ്മൾ വിശദമായി തന്നെ ഒന്ന് കേൾപ്പിക്കുകയായിരുന്നു. അങ്ങും കേട്ട് കാണുമല്ലോ. ഹേമ കമ്മിറ്റി എന്ന ഒരു കമ്മിറ്റി ഉണ്ടാകുന്നു. ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുന്നു. 4.5 കൊല്ലം സർക്കാർ എതിർത്ത് അട്ടത്ത് വയ്ക്കുന്നു. അതിനുശേഷം നിൽക്കക്കള്ളിയില്ലാതെ പുറത്തു വിടുമ്പോൾ അതിൽ നിന്നൊരു 5 പേജ് അങ്ങ് മുക്കുന്നു. ആ പേജ് മുക്കിയത് ഞങ്ങൾ ഇന്ന് പുറത്തു വിട്ടപ്പോൾ അത് ആ വ്യക്തിയുടെ ആ റിപ്പോർട്ട് കൈമാറിയ ഉദ്യോഗസ്ഥയുടെ പിഴവാണ് എന്നതിലേക്ക് ചുരുക്കുന്നു. അത്രയുമാണ് സംഭവിച്ചത്. 5ാമത്തെ ദിവസം ഇതാ AMMA എന്ന താരസംഘടന വാ തുറന്നിട്ടുമുണ്ട്. താങ്കളുടെ ആദ്യ പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ? ഇത് ഒന്നാമത്തെ കാര്യം, ഈ റിപ്പോർട്ട് വളരെ ആഴത്തിൽ അവർ പലരുമായി സംസാരിച്ച്, മാത്രമല്ല ഇതിനകത്ത് ഈ കമ്മിറ്റിയിലൊരു അംഗം കൂടിയാണ് ശാരദ ചേച്ചിയൊക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം എത്രയോ 60-70 വർഷത്തോളമായിട്ട് സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ വളരെയധികം ഡെപ്തിൽ പോയി പലരുടെയും ജെന്യൂനായ അനുഭവങ്ങൾ ഇതിനകത്ത് പകർത്തിയിട്ടുണ്ട്. ഈ പകർത്തിയ അനുഭവങ്ങളും ഇതെല്ലാം വെച്ച് റിപ്പോർട്ട് ഈ പറഞ്ഞ പോലെ 4.5 വർഷം പൂഴ്ത്തി വെച്ചിരുന്നു. അത് കഴിഞ്ഞ് വെളിയിൽ വരുമ്പോൾ അവർ തന്നെ പറഞ്ഞിരിക്കുന്നു കുറച്ച് ഭാഗങ്ങൾ വെളിയിൽ കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിൻ്റെ 5 ഇരട്ടിയോളം സർക്കാർ മൂടി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ആരെയാണ് ഈ സംരക്ഷിക്കാൻ പോകുന്നത്? അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ ആദ്യം തന്നെ ഇതിനകത്ത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ്, കൽക്കട്ടയിലൊരു വളരെ പൈശാചികമായ നമുക്ക് ഏറ്റവും അധികം മാനസികമായ വിഷമം ഉണ്ടാക്കിയൊരു സംഭവം ഉണ്ടായി. അവിടെയും ഒരു പെൺകുട്ടി വല്ലാതെ കൊലപ്പെടുത്തിയ രീതി നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെതിരെ ഇവിടെ വലിയൊരു പ്രതികരണം കാണുന്നില്ല. പക്ഷേ സിനിമയുടെ ഈ സംഭവം വരുമ്പോഴത്തേക്ക് പ്രതികരണം വരുന്നുണ്ട്. എന്നാൽ ഇതിന് പ്രതികരിക്കേണ്ട പലരും നിശബ്ദരാകുന്നു. അപ്പോൾ പലപ്പോഴും ഇതിനകത്തൊരു വിഷയം വരുന്ന വെച്ചാൽ, ആരെങ്കിലും ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു വളരെ മോശമായൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മതം, അവരുടെ രാഷ്ട്രീയം ഇതെല്ലാം നോക്കിയിട്ടാണ് പ്രതികരിക്കുന്നത്. എന്നാൽ നല്ലൊരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് ജനങ്ങൾ പോലും അവർ അംഗീകരിച്ചിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു മേഖലയാണ് സിനിമ. ഈ സിനിമയ്ക്കകത്ത് പലതും നടക്കുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ സംശയത്തിനെ ഇപ്പോൾ ക്ലിയറാക്കി കൊടുത്തിരിക്കുകയാണ് ഇങ്ങനൊരു റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിൽ വെച്ച് ഈ സമയത്ത് സർക്കാർ തന്നെ ഒരു നടപടിയിലേക്ക് നീങ്ങണം. നടപടി മാത്രമല്ല, എത്രയും വേഗം ഇനി ഫാസ്റ്റ് കോർട്ട് എന്നൊക്കെ പറഞ്ഞ് പലതും ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു കോർട്ട് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ കോടതികളുമായിട്ട് ചേർന്നിട്ട് ഒരു നടപടി പെട്ടെന്നുണ്ടാക്കി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ ഇത് വലിയൊരു വ്യാപകമായ, അത് സർക്കാരിന് നേട്ടമാണ്, ഈ അഭിനേതാക്കൾക്ക്, ഈ രംഗത്ത് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും നേട്ടമുണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം ജനങ്ങളിലോട്ടൊരു ബോധവൽക്കരണം ഈ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഉടൻ തന്നെ ഇതിന് കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ട് ഏറ്റവും നല്ലൊരു നടപടി എടുക്കണം. നടപടിയോടൊപ്പം തന്നെ ശിക്ഷാ നടപടികൾ വന്നാൽ മാത്രമേ ഭയം ഉണ്ടാക്കാൻ പറ്റൂ. അതായത് ഈ വാതിലിൽ തട്ടുന്നവരെന്നോ അല്ലെങ്കിൽ ഈ പെൺകുട്ടികളെ കയറി പിടിക്കുന്നവരെന്ന് പറയുന്നവർ ഇതൊന്ന് ആലോചിക്കണം. കാരണം ഇതിനകത്ത് വളരെയധികം പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മേഖല ഒരു കുത്തഴിഞ്ഞ മേഖലയാണ്. ഇപ്പം ഞാൻ ഈ സിനിമയിൽ വന്നിട്ട് 10-35 വർഷമായി. എൻ്റെ മക്കളും ഈ മേഖലയുണ്ട്. വളരെ നല്ലൊരു ഇൻഡസ്ട്രിയൊക്കെയാണ്. പക്ഷെ എന്ത് പറ്റുന്നു, ഇതിനകത്ത് ഇപ്പോൾ ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ MBBS പഠിച്ചു വരണം. അതിന് മുകളിലോട്ട് പോകണമെങ്കിൽ MD എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഉന്നത പദവി ഇതിലോട്ട് പോകണം, ഡിഗ്രികളിലോട്ട് പോകണം. എഞ്ചിനീയർ ആണെങ്കിലും ഏത് തൊഴിലാണെങ്കിലും. ഇവിടെ മാത്രം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു വെള്ളിയാഴ്ച ഒരു സിനിമ ഓടിക്കഴിഞ്ഞാൽ ആ സിനിമയുമായി ബന്ധപ്പെട്ടവരെല്ലാം ഇവിടെ എൻട്രിക്ക് ഒരു പ്രത്യേക ഇന്റർവ്യൂ ഉണ്ട്. അതിനെയാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത്. സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കും, അതൊക്കെ ചെയ്തു കൊടുക്കണം. താങ്കളുടെ മകളൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കൂട്ടിയാൽ മതി. താങ്കളുടെ മകളായതുകൊണ്ടുമാകാം. അല്ല, അത് തന്നെ അതിലോട്ടെ അത് തന്നെ പറഞ്ഞു. അതുകൊണ്ടായിരിക്കും എൻ്റെ മക്കൾക്ക് സിനിമയും കുറവ്. അപ്പോൾ ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും ഓരോന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഭാഗം ധാരാളം പണം എടുത്ത് കുറേ മോഹങ്ങളുമായിട്ട് സിനിമ എടുക്കാൻ വരുന്നവരുണ്ട്. മറ്റൊരു വിഭാഗമുണ്ട്, എന്ത് ത്യാഗം സഹിച്ചാലും എൻ്റെ മക്കളെ എന്തെങ്കിലും ആക്കണമെന്ന് തീരുമാനിച്ച് കുറച്ച് മാതാപിതാക്കളും വരുന്നുണ്ട്. ഇവിടെ വലിയൊരു പ്രശ്നം നടക്കും. ഈ 2 കൂട്ടരും കൂടി കൂട്ടിമുട്ടുകയാണ്. അപ്പോൾ ഇതിനിടയിൽ നിന്ന് കുറേ ആൾക്കാരുണ്ട്, കൂട്ടിക്കൊടുപ്പുകാരും എല്ലാവരും കൂടി. ഇതെല്ലാം കൂടി ചേർത്താണ് ഇവിടെ വശക്കേടാക്കുന്നത്. ഇതിനകത്ത് വളരെ നല്ല ആൾക്കാരുണ്ട്, വളരെ നല്ല ഇൻഡസ്ട്രിയാണ്. ഇതിപ്പോൾ എന്ത് പറ്റുന്നു, ഇങ്ങനെ കുറച്ചധികം ആൾക്കാർ, ഈ കുറച്ച് പേരെന്നുള്ളത് കാലക്രമേണ അവരുടെ എണ്ണം കൂടി വരികയാണ്. ഈ പുഴുക്കുത്തുകളുടെ എണ്ണം കൂടി വരികയാണ്. അൺഫോർച്ചുനേറ്റ്ലി അവരുടെ കൂടി വന്നിട്ട്, ഇപ്പോൾ നേരത്തെ ഈ പവർ ഗ്രൂപ്പ് എന്ന് എന്തൊക്കെയോ പറഞ്ഞു, അതിപ്പോൾ പറയുന്നൊരു വാക്കാണ്. പണ്ട് കാലം തൊട്ടേ ഇങ്ങനെ ഗ്രൂപ്പുകളുണ്ട്. അതായത് ലോബികളെന്ന് പറയും. തിരുവനന്തപുരം ലോബി, അപ്പുറത്തെ ലോബി, മട്ടാഞ്ചേരി ലോബി, എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നു. എന്നെ ഒരു ലോബിയുടെ ഭാഗമായിട്ടില്ല. കാരണം ഞാനൊരു സക്സസ് അല്ലായിരുന്നു സിനിമയിൽ. ഒരു പരാജയമായതുകൊണ്ട് എനിക്കൊരു ലോബിക്കകത്ത് ഞാനില്ലായിരുന്നു. അപ്പോൾ നമ്മളിതെല്ലാം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ പരാതി പറയാൻ പോലും ഒരു സ്ഥലമില്ല. കാരണം ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായാൽ, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 5 കൊല്ലമായിട്ടാണ് പെൺകുട്ടികൾ പുറത്തു വന്ന് എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്നത്. മറ്റത് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹവും അവരെ കാണുന്ന വേറെ രീതിയിലാണ്. ആത്മഹത്യയുടെ വക്കിലാണ് ഇവരൊക്കെ. അപ്പോൾ അവസ്ഥയെന്ന് ആലോചിക്കണം, ഇവരാരോട് പരാതി പറയും? ഇപ്പോൾ തന്നെ ഈ റിപ്പോർട്ട് വന്നു.
ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് ഇത്രയും കാലം പൂഴ്ത്തി വെച്ചിരുന്നു? എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല? ഇപ്പം ഞാൻ പറയുന്നത്, ഇതിനകത്ത് അമ്മ എന്നൊരു സംഘടനയെ ഞാനും കുറ്റപ്പെടുത്തി, ഞാനും എൻ്റെ ഒരു അംഗം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം, അമ്മയ്ക്ക് പരിമിതികളൊക്കെ ഉണ്ട്, ഒരു കൂട്ടായ്മ മാത്രമാണ്. പക്ഷേ അമ്മ ഇത് മുൻകൈ എടുത്ത് സർക്കാരിൽ പറഞ്ഞിട്ട് അന്വേഷണം നടത്തണം, ഇതിനകത്തെ പ്രതികൾ ആരൊക്കെയാണെന്ന് ഏകദേശമൊക്കെ ധാരണകൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ ഒരു നടപടി എടുക്കണം. ഇതൊരു തുടക്കമാവണം. എല്ലാം ക്ലീനാക്കി സിനിമ നാളങ്ങ് വെളുപ്പിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഒരു തെറ്റുകളെ നിയന്ത്രിക്കാൻ പറ്റും. ഭയമുണ്ടാക്കണം. ഭയമുണ്ടെങ്കിൽ മാത്രമേ ഈ മേഖലയല്ല എല്ലാ തൊഴിലിടങ്ങളിലും, ഇതിവിടെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട്, സിനിമ, രാഷ്ട്രീയം, സ്പോർട്സ്, ഇത് മൂന്നും ആൾക്കാർ ഉറ്റുനോക്കുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. കാരണം പല സ്ഥലങ്ങളിലും ചൂഷണം നടക്കുന്നു. അതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകൾക്കെതിരെയും പെൺകുട്ടികൾക്കെതിരെയുമാണ്.